ഇന്നത്തെ സ്പെഷ്യൽ പാൽപ്പുട്ട് ചിക്കൻ കറി. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ കറിക്കുള്ള ഉള്ളിയാണ്. ഇതാ ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കടന്നാലും. പാൽപ്പുട്ടല്ല, പാപ്പുട്ട്. പറഞ്ഞത് തെറ്റിപ്പോയതാണ്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഞാൻ പറഞ്ഞ പാൽപ്പുട്ടെന്നാ, പാൽപ്പുട്ടല്ല പാപ്പുട്ട്. ട്രെൻഡിങ് പാപ്പുട്ട്. നമ്മൾ എടുത്തേക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടി കേട്ടോ. പുട്ടുപൊടി കൊള്ളാം. അങ്ങനെ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആദ്യം ഇടുന്നത് തേങ്ങ. ഇനി ആവശ്യത്തിന് ഉപ്പിടാം, ലേശം നെയ്യ് കൂടി ഇടാം. ചിലർ ഇതിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് പാലൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മളൊരു പാത്രത്തിൽ ലേശം നെയ്യ് തടവി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തി വെക്കാം. എന്നിട്ട് നല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അങ്ങനെ നമ്മുടെ പാപ്പുട്ടി ഇവിടെ റെഡിയായി. നമുക്കിനി ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ. ചൂട് പാപ്പുട്ടിയേക്ക് നല്ല ചൂട് ചിക്കൻ കറി ഒഴിച്ച് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എന്താ, അമ്മ കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാകാത്ത ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാ, ബൈ.